പ്രസന്റേഷൻ മാത്രമല്ല ടേസ്റ്റ് ഉണ്ട്. മന്ന കറക്റ്റാന്ന് തോന്നണം. എക്സലന്റ്, രക്ഷയില്ലട്ടോ. എല്ലാം റെസ്റ്റോറന്റ് ക്രേവിംഗ് നിൽക്കും. അപ്പൊ ഹൗ ഇസ് ഇറ്റ്? മതി, കട്ട് ചെയ്തു. വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡേയ്സ്. ഇന്ന് മന്നയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ റാമൻ. ചിക്കൻ സോറി ചിക്കൻ റാമൻ. ചിക്കൻ റാമൻ. ബട്ട് ഇതിന്റെ വെജും അവൈലബിൾ ആണ്, ബട്ട് നോട്ട് ഇൻ ദിസ് ബ്രാൻഡ്. ഇന്ന് എടുത്തേക്കുന്ന ബ്രാൻഡ് ഇസ് ബുൾഡോഗ് റാമൻ. നമ്മൾ ഇതിന്റെ 2 ഫ്ലേവേഴ്സ് എടുത്തിരിക്കുന്നത്. ദ ഗ്രീൻ വൺ, ലൈറ്റ് ഗ്രീൻ വൺ വിച്ച് ഇസ് ഇൻ ബ്ലാക്ക് ബീൻ സോസ്, ആൻഡ് ഈ ബ്ലാക്ക് വൺ ഇത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബട്ട് ദെൻ ഗ്രീൻ വൺ കണ്ടിട്ടില്ല. എന്താണിത്? ഇത് അപ്പൊ മന്ന ഈ ബുൾഡോഗ് ബ്രാൻഡില് നോൺ വെജ് മാത്രമേ ഉള്ളൂ, വെജ് ഇല്ല. ഇല്ല, വെജ് ഇല്ല. ഈ ബുൾഡോഗിന്റെ ബ്രാൻഡില് വെജ് റാമൻ വേറെ ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. അതായാലും ട്രൈ ചെയ്താൽ മതി. ആക്ച്വലി ഒരിടയ്ക്ക് എല്ലാവരും സ്പൈസി റാമൻ ചാലഞ്ച് ചെയ്യണ സമയത്ത് ദിസ് ബ്രാൻഡ് വാസ് വെരി ഫേമസ്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ലോക്ക്ഡൌൺ. പക്ഷെ എന്നാലും എനിക്കൊന്ന് നിങ്ങള് ചെറിയ തെറ്റിപ്പോയി, ചെറിയ പിള്ളേരുടെ ഇടയിലായിരിക്കും. മന്ന അത് ഇടണ്ടട്ടാ. ഇത് നിങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലായിരിക്കും അല്ലേ? മെയിൻലി യങ്സ്റ്റേഴ്സ്. ഒരു കാര്യമുണ്ട്, ഐ ഡോണ്ട് പ്രൊമോട്ട് ദിസ്. ഇത് എന്താ അല്ലേ? അല്ല, പക്ഷെ ഈ കോളേജില് ലൈക്ക് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ ബിക്കോസ് പെട്ടെന്ന് ഈസി ആയിട്ട്. കുഴപ്പമില്ല, പക്ഷെ ഈ വേ നമുക്ക് വെറുതെ റാമൻ ബോയിൽ ചെയ്ത് നോർമലി അതിന്റെ മസാല ഇട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ദിസ് വേ ഡൂയിങ് ഇറ്റ് ലിറ്റിൽ മോർ ഫാൻസിയർ വിത്ത് ലൈക്ക് പ്രസന്റേഷൻ. പ്രസന്റേഷൻ മാത്രമല്ല ടേസ്റ്റ് ഉണ്ട്. പീനട്ട് ബട്ടർ സോസ് ആൻഡ് ഓൾ ദാറ്റ് ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിൻലി വി നീഡ് റാമൻ. ആൻഡ് ഇവിടെ നമ്മൾ ബുൾഡാക്കിന്റെ റാമൻ ആണ് യൂസ് ചെയ്തത്, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ വി നീഡ് ബട്ടർ. സോൾട്ടഡ് ആണോ? ഇപ്പൊ ഈ രണ്ട് ചോദ്യം ചോദിച്ചു, സോൾട്ടഡ് ആണോ അൺസോൾട്ടഡ് ആണോ? അറിയില്ലല്ലേ. ഇത് സോൾട്ടഡ് ആണെങ്കിലും സോൾട്ടഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. എനിത്തിങ് ഇസ് ഫൈൻ. ദെൻ ബിക്കോസ് നമ്മൾ പീനട്ട് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, പീനട്ട് ബട്ടറിന് കുഴപ്പമില്ല. And these two sauces are very optional. This is the oyster sauce and soy sauce. Optional ആണത്. അത് രണ്ടും optional ആണ് because ഇന്നത്തെ തന്നെ നല്ല സോസ് ഒക്കെ ഉണ്ടാവും. Okay, അപ്പോൾ soy sauceും oyster sauceും optional ആണ്. Yeah, so butter, sugar ഇത്തിരി വേണം, ഇത്തിരി സ്വീറ്റൻ ആയിട്ട്. ലാസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ പറയണം. Yeah. Okay. And chopped garlic വേണം, like ഭയങ്കര ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. And like how many ever eggs you need. നമുക്ക് half boil അല്ലേ? ഹാഫ് ബോയിൽ ചെയ്ത എഗ്സ് നമുക്ക് ഇതിന്റെ മേളിൽ പ്രസന്റേഷൻ ആയിട്ട് വെക്കാൻ. ആൻഡ് മഷ്റൂംസ് ഓൾസോ. നിങ്ങൾക്ക് ഓയിസ്റ്റർ മഷ്റൂംസ് എടുക്കാം, ബട്ടൺ മഷ്റൂംസ് എടുക്കാം. ഐ വുഡ് പ്രിഫർ ഓയിസ്റ്റർ മഷ്റൂംസ് ബിക്കോസ് ദാറ്റ് ഹാസ് മോർ ഫ്ലേവർ ആൻഡ് റിയലി ഗുഡ് ടെക്സ്ചർ. ടെൻഷൻ അടിക്കേണ്ട, അത് എവിടെയും കിട്ടില്ല, അതുകൊണ്ട് ബട്ടൺ മഷ്റൂം എടുത്താൽ മതി. അത് മിക്ക സ്ഥലത്തും കിട്ടില്ല. ആൻഡ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ബട്ടൺ മഷ്റൂം ആണ്. ആൻഡ് പൊക് ചോയ്, ദിസ് ഇസ് ഓൾസോ ഓപ്ഷണൽ. ഇത് മേലിൽ ഡെക്കറേഷന് വേണ്ടിയാണ്. ബട്ട് ഇഫ് യു ഹാവ് ദിസ് വെൽ ആൻഡ് ഗുഡ് ബിക്കോസ് ഇത് നല്ലൊരു ടെക്സ്ചറും വരും, ഇത്തിരിയും കൂടെ ന്യൂട്രീഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ലീവ്സ് ഒക്കെ വേണ്ടേ? പിന്നെ സ്പ്രിംഗ് അണിയൻ. സ്പ്രിംഗ് അണിയൻ മസ്റ്റ് ആണ് ബിക്കോസ് ഓഫ് ദ ഫ്ലേവർ. സ്പ്രിംഗ് അണിയൻ, ഗാർലിക്, ഷുഗർ, പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ പറഞ്ഞു, പീനട്ട് ബട്ടറും കൂടി വേണം. ക്രീമി, നോട്ട് ക്രഞ്ചി, ക്രീമി ഫ്ലേവർ. ക്രഞ്ചി കിട്ടും, എന്താ കുഴപ്പം? ആ ക്രഞ്ചി ബിറ്റ്സ് കിട്ടും, അത് നല്ലതല്ലേ? നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. തുടങ്ങിക്കോ, വേഗം തുടങ്ങിക്കോ. സോ ഫസ്റ്റ് നമ്മള് നൂഡിൽസ് വേവിക്കാൻ വെക്കണം. വെള്ളം ഒഴിക്കണം. പിന്നെ ഇങ്ങനെ വേവിക്കണം. മന്ന വാട്ടറിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാ? വാട്ടറിന്റെ നോർമലി എല്ലാവരും ഇപ്പൊ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അത്രയും മതി. ബട്ട് ടേക്ക് ലിറ്റിൽ ബിറ്റ് മോർ ബിക്കോസ് നമുക്ക് ഗ്രേവിക്കായിട്ട് ഇത്തിരി യൂസ്ഫുൾ ആവും. ആൻഡ് പ്ലസ് നിങ്ങൾ ഈ റാമൻ ആണെങ്കിൽ എടുക്കണ റാമൻ ഇസ് നോർമലി ലിറ്റിൽ മോർ ഫാറ്റർ വെൻ കമ്പയർഡ് ടു ദ നോർമൽ നൂഡിൽസ്. അപ്പൊ ഇത്തിരി കൂടെ വെള്ളം വേണ്ടി. നോർമൽ നൂഡിൽസ് യൂസ് ചെയ്തുകൂടെ? ചിക്കൻ സ്റ്റോക്കിലാണെങ്കിലും ഉണ്ടാക്കാമോ? ചിക്കൻ സ്റ്റോക്കും പോക്കിന്റെ സ്റ്റോക്കിലൊക്കെ അത് ഐ ഹാവ് നോട്ട് ട്രൈഡ്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ശരിക്കും. ഓക്കെ, അമ്മ നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്ത് നോക്കാൻ പോവാം. ബിക്കോസ് ഈ ഒരു ബ്രാൻഡ് എല്ലായിടത്തും അവൈലബിൾ ആണ് കൂട്ടാ. നമുക്ക് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് നോർമൽ നൂഡിൽസ് വെച്ച് ഉണ്ടാക്കണമെങ്കിലും യു ക്യാൻ മേക്ക് ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് സി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇസ് ദ സോസ് വിച്ച് ദേ ഗിവ് ഇൻസൈഡ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അമ്മ വേറെ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, നമുക്കിനി ഇത് പൊട്ടിച്ച് ഇടാം. വെയിറ്റ് മസാല ബ്രാൻഡ് അല്ലേ? ഇപ്പൊ നമ്മള് ഇതും ബ്ലാക്കിന്റെ 2 എണ്ണവും പിന്നെ ഗ്രീനും ആണ് ഇപ്പൊ ഇടാൻ പോണേ.
to this. But then ബ്ലാക്ക് ഏതാ ഫ്ലേവർ കിട്ടാ? black is just normal spicy chicken flavor. ഓക്കെ. നമ്മുടെ ഗ്രീനിലാണ് ബ്ലാക്ക് ബീൻ സോസിന്റെ ഫ്ലേവർ ഉള്ളത്. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇത് Yeah. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മന്ന പറഞ്ഞത്. ബട്ട് ഇത് According നമുക്ക് to ഒരെണ്ണേ me, കിട്ടിയുള്ളൂ. അതോ നമുക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ. This is the kanda this hot chicken flavor, but this also has a good flavor. അതുകൊണ്ട് ഇത് കിട്ടിയാലും കുഴപ്പമില്ല ബിക്കോസ് ഇത് ഇത്തിരി ഈ ഗ്രീൻ വൺ ഇത്തിരി റെയർ ആക്കണം. റെയർ ആയിരിക്കില്ല, അത് ബെസ്റ്റ് സെല്ലർ ആയിരിക്കും അല്ലേ? I don't know. I don't think. പക്ഷെ ഇതൊക്കെയാണ് ഒറിജിനൽ ഫ്ലേവേഴ്സ്. ഇത് പിന്നെ വന്നതാ. മേ ബി ദേ ഡോണ്ട് സെൽ ആസ് മച്ച്. ഓക്കെ, നമുക്ക് ആദ്യം ഇനി ഇത് പൊട്ടിച്ചിടാം. മസാല പിന്നെ മസാല പിന്നെ ആദ്യം നൂഡിൽസ് ബോയിൽ ചെയ്യണം നമ്മൾ. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പാക്കറ്റ് കിട്ടും, ദ സ്പൈസസ് ആൻഡ് സെസമി സീഡ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പാക്കറ്റ് കിട്ടും. ആൻഡ് പ്ലസ് യു ഗെറ്റ് ദിസ് ബ്ലാക്ക് ബീൻ സോസ്. ഇത് എല്ലാത്തിനും ഉണ്ടാവും ഈ സോസ്. ദാറ്റ്സ് ദ മെയിൻ സോസ്. പക്ഷെ നമ്മൾ ആദ്യം ഇപ്പോൾ വിൽ ബോയിൽ ദ നൂഡിൽസ്. ഇത് ശരിക്കും മാഗി നൂഡിൽസിന്റെ പോലെ തന്നെ ഇരിക്കുന്നേ മന്ന? ഇല്ല, ഇറ്റ്സ് ഫാറ്റ്. മാഗി നൂഡിൽസ് ഭയങ്കര തിന്നല്ലേ. ഇത്തിരി ഫാറ്റ് ആണ്. വെള്ളം ബോയിൽ ആയി കഴിയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഈവൻ ബിഗർ. കുട്ട ഒരു കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുക ഓഡിയൻസിന്. സാധാ അല്ല, ഏത് റാമൻ ആണെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ റാമൻ ആണെങ്കിൽ ഏത് ഇതാണെങ്കിലും റാമൻ നൂഡിൽ ആൻഡ് നോർമൽ ചൈനീസ് നൂഡിൽ വ്യത്യാസമുണ്ടോ ടേസ്റ്റ്? കൊറിയൻ, നോട്ട് ചൈനീസ്. ഓ അല്ല, ടേസ്റ്റില് വ്യത്യാസമുണ്ടോ? നൂഡിലിന്റെ ടെക്സ്ചറിൽ അതിന്റെ തിക്നെസ്സിലോ അങ്ങനെ തിക്നെസ്സിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. ചൈനീസ് നൂഡിൽസ് എല്ലാം തിന്ന. ഫ്ലേവറിൽ വ്യത്യാസമുണ്ടോ? ഫ്ലേവർ ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ എന്താ പ്രശ്നം? നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നൂഡിൽസ് ഫോർ ദി ഒത്തന്റിക് ടേസ്റ്റ്. ഞാൻ ബാക്കിയുള്ള വെച്ച് യൂസ് ചെയ്തിട്ടില്ല. സി ദ മെയിൻ റീസൺ നോക്കിയിട്ട് ഞാൻ പറയാം, ലാസ്റ്റ് ഞാൻ പറയാം എന്താ വ്യത്യാസം വരാൻ പോകും. വെള്ളം കറക്റ്റ് ആണോ? നിങ്ങൾ അല്ല, ദ തിങ് ഈസ് നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ആഡ് ചെയ്താൽ മതി. ബിക്കോസ് ഈ വെള്ളവും ഇത് കുക്ക് ചെയ്യണ വെള്ളം ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പാസ്ത കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഒഴിക്കണ്ട, നമുക്ക് നോക്കിയിട്ട് ഇനി മുങ്ങി കിടക്കണ പോലെ ഒഴിച്ചാൽ. ആൻഡ് നമുക്ക് നോക്കിയിട്ട് ഇനി വീണ്ടും ഒഴിക്കാം ഇഫ് യു നീഡ് ഇറ്റ്. പക്ഷെ ഓവറായിട്ട് വെള്ളമായി പോയാൽ ദെൻ ഫ്ലേവർ ഫ്ലേവർ ഭയങ്കരമായിട്ട് പോകും. പിന്നെ ഇത് കുക്കായാ പെട്ടെന്ന് കുക്കായ ലുക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്തിരി കൂടെ വെയിറ്റ് ചെയ്യണം. ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് ഇഫ് യു ലൈക്ക് chewy noodles then you can just cook it for 10-15 minutes. ഇപ്പൊ ഇത് നൊയമ്പ് സീസൺ ആയതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷൻ. ഇടയ്ക്കൊന്ന് നമ്മള് തീരെ ഒന്നും നല്ല. പക്ഷെ നിങ്ങള് നോൺ വെജ് നോയമ്പ് എടുക്കുകയാണെങ്കിൽ ഇത് പറ്റില്ല. വേറെ ബ്രാൻഡില് സെയിം വേയിൽ തന്നെ കുക്ക് ചെയ്താ പോരെ. അങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങള് ഒരു സ്പൈസി നൂഡിൽസ് റാമൻ നൂഡിൽസ് ആണ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഈവൻ ഇൻ വെജ് you can just add peanut butter with it because peanut butter and spicy Korean masala is a really good combination. ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയത് അമ്മയ്ക്ക് മാത്രമല്ല അപ്പയ്ക്ക് ഇഷ്ടമായി. ഈവൻ ജോജി വരും 2 മണിക്ക് അപ്പളേക്ക് ഇത് റെഡി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചോട്ടാ. നിങ്ങൾക്ക് ഈ സ്പൈസി ആൻഡ് സ്വീറ്റ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് സം പീനട്ട് ബട്ടർ ആൻഡ് സം ഷുഗർ ഇൻ യുവർ whatever ramen. half boiled eggs. Half boiled eggs really good option. If you don't like eggs then you can opt it out. പക്ഷെ എഗ്സ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഒരു 7 minutes വെച്ച് എഗ്സ് കുക്ക് ചെയ്ത് your half boiled eggs is ready. You can just put it on top of the ramen and eat it along with it or separately also. Actually നമുക്ക് ഈ സമയം കൊണ്ട് we'll make the half boiled eggs. ഓക്കെ. കുട്ട ഹാഫ് ബോയിൽഡ് എഗ്സ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ആക്കുന്നേ? അത് അമ്മയ്ക്കും കൂടി പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ കറക്റ്റ് നമ്മള് നോർമൽ വാട്ടറിലോട്ട് നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടറിലേക്ക് എഗ്സ് ആഡ് ചെയ്യണം. നമ്മളിപ്പോ ഒരു 5 eggs അല്ലേ യൂസ് ചെയ്യണേ. അപ്പൊ 5 eggs യൂസ് ചെയ്ത് നോർമൽ വെള്ളത്തിലോട്ട് 5 egg ആഡ് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യണ്ടേ? കറക്റ്റ് സമയത്തിന് വെക്കണം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഒരു ഡൗട്ട്. ഇതിപ്പോ വെള്ളം നോർമൽ വാട്ടറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് കറക്റ്റ് 7 minutes ബോയിൽ ചെയ്യിക്കണം. മൂടി വെച്ചിട്ടാണോ തുറന്നു വെച്ചിട്ടാണോ? നോ, യു ക്യാൻ ഓപ്പൺ ആയിട്ടും കുഴപ്പമില്ല. എന്നിട്ട് അപ്പൊ തന്നെ അത് ചൂടുവെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയണോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ വെച്ചാൽ? യു ഹാവ് ടു റൺ ഇറ്റ് അണ്ടർ കോൾഡ് വാട്ടർ. അതാണ് ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ അത് കുക്കായി പോകും വീണ്ടും അല്ലേ? സത്യം കൺഫേം ആക്കട്ടെ. അത് അമ്മയ്ക്കും പഠിക്കേണ്ട കാര്യമാണ്. കാരണം ലാസ്റ്റ് ടൈം അതായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സൂപ്പിന്റെ. If you want half boiled eggs you should let them sit at room temperature for about before boiling. റൂം ടെമ്പറേച്ചറിലാണ്. അപ്പൊ തണുത്ത എഗ്സ് എടുക്കരുത്, ഫ്രിഡ്ജിൽ ഇരിക്കുന്ന എഗ്സ് എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള എഗ്സ് വേണം യൂസ് ചെയ്യാൻ. ഓ, അതും ഗൂഗിൾ ചെയ്ത് നോക്കാൻ പോവായിരുന്നല്ലേ? നമ്മൾ ബേസിക്കലി ബോയിലിംഗ് വാട്ടറിലേക്കാണ് 7 minutes വെക്കേണ്ടത്. മന്ന മെയിൻ കാര്യമാണ് ഇപ്പൊ തെറ്റിപ്പോയത്. മുട്ട എടുക്കട്ടെ തിരിച്ച്. അപ്പൊ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്സ് ബോയിലിംഗ് വാട്ടറിലോട്ട് ആഡ് ചെയ്യണം. 7 minutes വെക്കണം. ഓക്കെ, ബോയിലിംഗ് വാട്ടറിലോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇട്ട മുട്ടയൊക്കെ തിരിച്ചെടുത്തോട്ടാ. ഈ റാമൻ എല്ലാം ഫുൾ ആയിട്ട് ആവരുത്. ജസ്റ്റ് ബിഫോർ ഇറ്റ്സ് ഡൺ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് യു സ്റ്റാർട്ട് ആഡിങ് യുവർ മസാല.
ഓക്കെ യാ ഹാഫ് കുക്ക് ആകുമ്പോൾ നൂഡിൽസ്. യാ അപ്പൊ അമ്മ ഇവിടെ ഫുള്ളായിട്ട് കുക്ക് ആവരുത്. ഹാഫ് കുക്ക് ചെയ്യാനായിട്ട് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. യാ അപ്പൊ മന്നയുടെ നൂഡിൽസ് ഹാഫ് ഡൺ ആണ്. ഓക്കെ സോ നമ്മൾ ഇനി ആ സോസ് ഇടാം. ഇത് നല്ല സ്പൈസി സോസ് ആണ്. ഇത് ബ്ലാക്ക് ബീൻ സോസ് അല്ലേ? ഓക്കെ സോ ദിസ് ഇസ് ദ നോർമൽ സോസ്. ഇത് സ്പൈസി സോസ്. സ്പൈസി സോസ് ആണ്. വേണ്ട അത്ര ഇട്ടാ മതി. ബട്ട് സിൻസ് വി ആർ ആഡിങ് ഈ പീനട്ട് ബട്ടറും മഷ്റൂം എല്ലാം ഇറ്റ്സ് ഫൈൻ, യു കെൻ ആഡ് ദിസ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഈ മസാല ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കും ഭേദം, ബിക്കോസ് ഇറ്റ്സ് വെരി സ്പൈസി. ജസ്റ്റ് ടേസ്റ്റ് ചെയ്തോട്ടെ. ഇത് കുറച്ചൊക്കെ മാഗി നൂഡിൽസിന്റെ ടേസ്റ്റ് തന്നെയാണല്ലോ. ഇല്ല, ഇച്ചിരി മുളക് പൊടി അതിലിട്ടു. മുളക് പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാവും. ഇത്തിരി മുളക് പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ സ്പൈസി ആയിട്ടുള്ളതും ബ്ലാക്ക് ബീൻസ് മസാലയും രണ്ടും ഇട്ടിട്ടുണ്ട് മന്ന. ഇല്ല, ഇപ്പൊ ഇട്ടിട്ടില്ല. മന്നെ ഭയങ്കര സ്പൈസി ആക്കല്ലേ, അപ്പയും കുടിക്കില്ല കേട്ടോ കൂട്ടാ. നോക്കിയിട്ട് ഇട്ടാ മതി. എനിക്ക് ലാസ്റ്റ് ടൈം മന്ന ചെയ്ത പോലെ തന്നെയാണ് വേണ്ടത്. സ്പൈസി. ദിസ് ഇസ് ദ ബ്ലാക്ക് ബീൻസ്. ഇല്ല, ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ടേസ്റ്റ് ദിസ്. ഊഫ് മന്ന നോക്കട്ടെ. ഇത് നല്ല സാഫ. ദാറ്റ്സ് വൈ ഐ ലൈക്ക് ദ ഗ്രീൻ വൺ. ഇത്തിരി എരിവുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വെജിറ്റബിൾസ് സോറി നിർത്തിയ ഞാൻ വീഡിയോ എടുത്തിക്കോ കൈ കൊള്ളി. ഇത്രേ ഉള്ളല്ലേ. അപ്പൊ അമ്മ വലിയ ചെമ്പിലൊക്കെ ബിരിയാണി ഉണ്ടാക്കണം. നൂഡിൽസ് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഗ്രീൻ സോസ്. മന്നയ്ക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വന്ന ആ സെസമേ സീഡ്സ് കൂടി. ഓ, അത് ലാസ്റ്റ് ഇട്ടാ പോരായിരുന്നു. ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട് ഈ പാക്കറ്റിൽ? എന്തൊക്കെയുണ്ട്? സെസമി സീഡ് ഉണ്ട്, പിന്നെ ഏലക്കല്ല, പീസാണ്. ഗ്രീൻ പീസ്. ബട്ട് ലൈക്ക് മോളെ ഇതൊക്കെ ഫ്രഷ് ഇട്ടാൽ കുഴപ്പമുണ്ടോ? ഞാൻ ഇത് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ പോയല്ലോ. Some things are meant to be tasted unhealthy. They taste better like that. Okay. Okay, നമുക്ക് ഇനി പീനട്ട് ബട്ടർ ആഡ് ചെയ്യാം. അത് ശരി, ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇത്രയുള്ള പണി. ഇത്രേ ഉള്ളൂ. ആ പാക്കറ്റ് പൊട്ടിക്കുക, നൂഡിൽസ് ബോയിൽ ചെയ്യിക്കുക, ആൻഡ് നമ്മുടെ അതിനകത്തുള്ള എല്ലാ സ്പൈസസും ഇടുക. നമ്മളിപ്പോ പിന്നെ പീനട്ട് ബട്ടർ ക്രഞ്ചി അല്ല, പ്ലെയിൻ അല്ല, ക്രീമി. യു കെൻ യൂസ് ക്രഞ്ചി ഓൾസോ. ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് ആദ്യം നമുക്ക് പകുതി ആഡ് ചെയ്ത് നോക്കാം. ആൻഡ് യു മിക്സ് ഇറ്റ് വെൽ. എന്നിട്ട് നമുക്ക് ബാക്കി അല്ല ആക്ച്വലി എന്നാൽ ഫുൾ ആഡ് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കണം. തെറ്റിപ്പോയ ആകെ പ്രശ്നമുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത്. ദൈവമേ, അപ്പൊക്കെ ഇന്ന് മറ്റേ ചോറും മഞ്ഞച്ചാറും വേണമെന്ന് പറഞ്ഞാൽ സാരില്ല, നമുക്ക് ഇത് കൊടുത്ത് അപ്പം മിക്കവാറും ഓടിക്കും. അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ നൂഡിൽസ്. ആണ്, പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെയിറ്റ്, ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഷുഗർ എന്തായാലും വേണം. അപ്പൊ നമുക്കിനി ഇത്തിരി ഷുഗർ ആഡ് ചെയ്യാം. കുറച്ച് മതി, അധികം ആക്കല്ലേ. നമുക്ക് ഇത്തിരി സോയ സോസ് ആഡ് ചെയ്യാം. സ്പൂൺ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കിട്ടാം. വെള്ളം ബോയിലായി. എഗ്സ് കറക്റ്റ് 7 minutes ടൈം വെച്ചിട്ട് വേണം. 8 minutes. ഒരു സ്പൂൺ വേണം അതിന്. അമ്മ എപ്പോഴും ഹിന്ദി ആയത്. അയ്യോ, ഹിന്ദിയാണ് ഇപ്പൊ പറഞ്ഞത്. ഹാഫ് ബോയിൽഡ് എഗ്സിന് നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ട വെള്ളം തിളച്ചിട്ട് ആഡ് ചെയ്യാം. ആൻഡ് സ്റ്റോപ്പ് വാച്ചിൽ കറക്റ്റ് എക്സാക്ട് 6.7 minutes. 7 minutes ഇടുമ്പോ ഞാൻ സ്റ്റോപ്പ് വാച്ച് വെക്കും. അതുപോലെ തന്നെ ബോയിലിംഗ് വാട്ടർ ആയതുകൊണ്ട് എഗ്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. മന ഒന്ന് സ്റ്റോപ്പ് വാച്ച് വെച്ചേ കൂട്ട. 7 minutes അല്ലേ? പെട്ടെന്ന് ഇട്ടോ. ഇട്ടു. ആസ് യു ആർ ഗോയിങ് ഇത് ടേസ്റ്റ് ചെയ്ത് ഇഫ് യു വാണ്ട് മോർ ഷുഗർ യു ക്യാൻ ആഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ് ഇത്തിരി കൂടി വേണമെന്ന് ഒരു ഡൗട്ട്. നല്ലതാണോ? പീനട്ട് ബട്ടർ പക്ഷെ ടേസ്റ്റ് ഉണ്ട്. മതി കറക്റ്റ്, എല്ലാം കറക്റ്റ്. ഇത്തിരി കൂടെ ഷുഗർ വേണം. സ്പൈസി മന്ന നല്ല എരിവായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ നമ്മൾ പൊക്ചോയൊക്കെ ഇടുന്നേ. ഇത്തിരി നമുക്ക് സോയ സോസ് ഇടാം. അയ്യോ, ഓവറാക്കല്ലേ പ്ലീസ്. ഇത്തിരി ലൈം ജ്യൂസ് ഇട്ടാലോ? ഇത്തിരി സ്റ്റോപ്പ് വാച്ച് ഓൺ ആണോ കൂട്ടാ? ഒരു തുള്ളി അല്ല, സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തില്ലേ? ഓൺ ചെയ്തു. ഞാൻ ഇത്തിരി ഓയിസ്റ്റർ സോസിന് നല്ല ഉപ്പുണ്ട്. പാസ്വേഡ് എത്ര? എല്ലായിടത്തും പറയണല്ലേ. ഞാൻ വെച്ചു. ഇത് ഓണല്ലല്ലോ. ഓണാക്കി ഇതേ മേളിൽ നോക്ക്. നമ്മുടെ റാമൻ നൂഡിൽസ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനി ഗാർണിഷ് ചെയ്താൽ മതി. കുറച്ചുകൂടി വെള്ളം വേണമെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഭയങ്കര എനിക്ക് ഇച്ചിരി സെമി ഗ്രേവി പോലെ ഇരിക്കണം ഇഷ്ടം. അല്ല, നമ്മുടെ ആ സെർവ് ചെയ്യാനുള്ള ബൗളില് കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിലായിരിക്കും ഭംഗി. അമ്മ ഇത്തിരി കൂടി ആഡ് ചെയ്തോട്ടെ. ഇത്തിരി ആഡ് ചെയ്യും. വെള്ളം വേണം ഇത്തിരി. ഇത് സൂപ്പി റാമൻ അല്ല. ഓ, കുറച്ച് തിക്കായിട്ടുള്ള. അത് പറഞ്ഞില്ലല്ലോ എന്നോട്. ഇല്ല, പീപ്പിൾ ലൈക്ക് ഇറ്റ് ഡിഫറെന്റ്ലി. ചില ആൾക്കാർ ഭയങ്കര വെള്ളം പോലെ ഇരിക്കണം ഇഷ്ടം. ബിക്കോസ് എനിക്ക് കാർബ്സ് അധികം വേണ്ട, ഫ്ലേവർ മാത്രം മതി. എന്നാ കഴിക്കാണ്ടിരിക്കും. നൂഡിൽസ് റെഡിയായി. എന്തായി? പീനട്ട് ബട്ടർ വേണോ? ഐ ഡോണ്ട് തിങ്ക് സോ. കറക്റ്റാന്ന് തോന്നണം. എക്സലന്റ്. രക്ഷയില്ല കേട്ടോ. ഇത്തിരി കൂടെ ഷുഗർ വേണോ? ഇത്തിരി എരിവുണ്ട്.
അതുകൊണ്ട് എരിവുള്ളതുകൊണ്ട് ഇത്തിരി കൂടെ ഷുഗർ ഭയങ്കരമായിട്ട് മടുത്തു മന്ന. എന്നാ പിന്നെ ഇത്തിരി പീനട്ട് ബട്ടർ കൂടി ഇട്ടോ. വെയിറ്റ്, ഇത് അടുക്കി പിടിച്ചു തുടങ്ങിയേട്ടാ മന്ന. ഇത് ഓവർ കുക്ക്ഡ് ആയി പോയി. ഇല്ലമ്മ, നിർത്തിക്ക് മതി. ഇത് ബോയിൽ ചെയ്ത് ഇനി കട്ട പോലെ ആവില്ലേ? ഇത് ചൂടായിട്ട് തന്നെ സെർവ് ചെയ്യണ്ടേ? ഒരു മിനിറ്റ് പിടിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത്, തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്യണായിരുന്നു. അടിക്ക് കുറച്ച് പിടിച്ചു, കുഴപ്പമില്ല. ചൂടല്ലേ? ഒരു നൂഡിൽ കുക്ക് ചെയ്തതാണ് ഈ കണ്ടത്. ബ്രോ, ഇത് 3 ഇല്ലേ? 3 കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്. ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയത്. ഓ, ക്വാണ്ടിറ്റി കൂടിയതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് വെച്ച് ഉണ്ടാക്കിയാൽ മതി. മതി മതി കൂട്ടാ, സ്റ്റോപ്പ് ചെയ്യും. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. മൂടി വെച്ച് മാറ്റി. എഗ്സ് ആയോ? എഗ്സ് ആയോ? 7 minutes കംപ്ലീറ്റ് ആയോ? മൂടി വെച്ച് നീ കുക്ക് ചെയ്യണോ? അല്ല, ഓഫ് ചെയ്യാം. അപ്പൊ കട്ടി പിടിക്കില്ലേ? അപ്പം പോലെ ആവില്ലേ? തുറന്നു വെക്ക്. അഥവാ ഇനി അപ്പം പോലെ ആയാൽ കുറച്ച് ബോയിലിംഗ് വാട്ടർ ആഡ് ചെയ്താൽ മതി. ബോയിലിംഗ് വാട്ടർ, നോട്ട് നോർമൽ വാട്ടർ. ഇനി കോൾഡ് വാട്ടറിൽ 7 minutes കംപ്ലീറ്റ് ചെയ്തു. ഇനി നേരെ കോൾഡ് വാട്ടറിൽ കോൾഡ് വാട്ടർ ഈ ചൂടുവെള്ളം കളഞ്ഞിട്ട് നേരെ തണുത്ത വെള്ളത്തിലോട്ട് ഇടാം അല്ലേ? ഒരു മുട്ട പൊട്ടിപ്പോയിട്ടാ. അതുകൊണ്ട് ഞാൻ സേഫ്റ്റിക്ക് 5 മുട്ട എന്ന് പറഞ്ഞു. ഓ, അത് ശരി. കൊള്ളാല ഐഡിയ. ഒട്ടും പ്രതീക്ഷയില്ല അമ്മ. വൺസ് യു റൺ ദാറ്റ് ഇൻ കോൾഡ് വാട്ടർ, നമുക്ക് അപ്പൊ ഇനി ഇതിന്റെ കുക്കിംഗ് സോർട്ടേ ചെയ്യണം. മഷ്റൂംസ് ആൻഡ് ബോക് ചോയ് നമ്മൾ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, മനക്ക് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യായിരുന്നില്ല? അപ്പുറത്ത് സോർട്ടേ ചെയ്യായിരുന്നില്ലേ മഷ്റൂംസും ഇതൊക്കെ? Too much for my headspace. ഓ ദൈവമേ, അമ്മ ഹെൽപ്പ് ചെയ്യാം. പോക് ചോയിന് പകരം വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? പോക് ചോയും ഇതുപോലെ തന്നെ അവൈലബിൾ അല്ല. ഒന്നും എടുക്കാണ്ടിരിക്കാൻ സ്പിനച്ച് എടുത്തൂടെ? നോ. പാലക് ലീവ്സ് നോ. ബാൻ ചെയ്തിട്ട് നോ. അങ്ങനെ വേണമെങ്കിലും എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ആ ലീവ്സ് എന്നല്ല, നമുക്ക് ഒരെണ്ണം മതിയായിരിക്കും. ഇല്ല, എനിക്ക് പോക് ചോയ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അമ്മ ഇന്നത് കുറേ ഉണ്ട്. പോക് ചോയ് ഇപ്പൊ ക്ലീൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇതുപോലെ എൻസ് കട്ട് ചെയ്താൽ മതി. എൻസ് മാത്രം, ഇങ്ങനെ കട്ടിയുള്ള ഭാഗം ചെറുതായിട്ടത് കട്ട് ചെയ്തോളെ. അയ്യോ, അത് കളയല്ലേ പ്ലീസ്. എനിക്ക് ഇത് സോർട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോക് ചോയ് വിത്ത് ഗാർലിക്. ഇഷ്ടമുള്ളവർക്ക് സ്റ്റിക്കി റൈസിന്റെ കൂടെ ഇത് മാത്രം മതി മന. പോക് ചോയും സ്റ്റിർ ഫ്രൈ പോക് ചോയ്. ഹാവ് യു ട്രൈഡ്? നോ. അതാണ് പ്രശ്നം. മോളെ ഇത്രയും കളയല്ലേട്ടാ. ഇല്ല അമ്മ, ഇത്തിരി വേണ്ട. ഇത്രയും വലിയ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ദ ടേസ്റ്റ് ഓഫ് ദ റാമൻ. മന്ന കുക്ക് ചെയ്യുമ്പോൾ അമ്മ സൈഡിൽ നിൽക്കാം, എനിക്കൊരു കറി ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ അമ്മ ഇതിനകത്ത് ബട്ടർ ഇട്ടോ സോർട്ട് ചെയ്യണം നമ്മള്. അപ്പൊ മഷ്റൂമും എല്ലാം സോർട്ട് ചെയ്യണം. കുട്ട സോസേജ് ആഡ് ചെയ്യണ്ടട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസേജ് ആഡ് ചെയ്യാം. ഓക്കെ, ബട്ടർ ഇട്. ബട്ടർ വേണോ? ഇത് ഒരു സൺഡേ നൂണിലോട്ടൊക്കെ പെർഫെക്റ്റ് ആണ്. ശരി. പിന്നെ നമ്മളൊന്നും പുറത്തുനിന്ന് ഓർഡർ ചെയ്യില്ല. ഇങ്ങനെ ഒരു സാധനം കഴിച്ചാൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട ഹങ്കറും നിൽക്കും, എല്ലാം റെസ്റ്റോറന്റ് ക്രേവിംഗ് നിൽക്കും. അപ്പൊ ഗാർലിക് എപ്പോഴാണ് ഫ്രൈ ചെയ്യണ്ടേ? ദാറ്റ്സ് ആഫ്റ്റർ ദിസ്. ഇതിന്റെ കൂടെ ഇടണ്ട. ഓക്കെ, ഗാർലിക്കും സ്പ്രിംഗ് അണിയനും ഒരുമിച്ച് ആൻഡ് പോക് ചോയ് മഷ്റൂം ഒരുമിച്ച്. ഓ, മഷ്റൂം ആകുമ്പോ എങ്ങനെയാ കട്ട് ചെയ്യണ്ടേ? മഷ്റൂം ശരിക്കും ഏതാ എടുക്കണ്ടേ? ഓയിസ്റ്റർ മഷ്റൂം. ബട്ട് അത് ഈസിലി അവൈലബിൾ അല്ല. അപ്പൊ ഞങ്ങള് ബട്ടൺ മഷ്റൂം എടുത്തിരിക്കാം. ഇത് ഭയങ്കര ചെറുതായിട്ട് അരിയാൻ പാടില്ല. യു ഹാവ് ടു സ്ലൈസ് ഇറ്റ്. കുറച്ച് വലിയ ചങ്ക്സ് ആയിട്ട് വേണം അറിയാൻ. ഇതാണ് വലിയ ചങ്ക്സ്. പിന്നെ എങ്ങനെയാ? അയ്യോ മാറിക്കേ, ഇത് ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ആവും. അതുകൊണ്ട് ആക്ച്വലി പകുതിയാക്കിയാൽ മതി. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ 4 ആക്കാം, അല്ലെങ്കിൽ പകുതിയാക്കിയാലും മതി. ഇങ്ങനെ മതി കൂട്ടെ. ഇത് ഭയങ്കര ഷ്രിങ്ക്. മന പ്ലീസ്, ഇങ്ങനെയാ വേണ്ട. അല്ല, സീ വാട്ട് ഐ വാണ്ടഡ് വാസ് സ്ലൈസ് ഇങ്ങനെ മഷ്റൂം. ഞാൻ കാണിച്ചുതരാം. പ്രത്യേകിച്ച് ഓക്കെ, ഇപ്പൊ പിടുത്തം കിട്ടിയല്ലോ എങ്ങനെ അരിയണ്ടേന്ന്. മനോ അങ്ങനെ പതുക്കെ ചെയ്യുക, അല്ലെങ്കിൽ മഷ്റൂം ഇത് ബ്രേക്ക് ആയി പോവും. അതെ, ഏത് ഡിഷിന്റെ ലുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് അതിന്റെ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്താൽ ആ ടേസ്റ്റും ഫ്ലേവറും തോന്നുമല്ലോ ആൾക്കാർ. മതി, ആ നഖം കളയല്ലേ. മതി. അമ്മ ഇടാൻ പോവാട്ടോ പോക് ചോയ്. ഇട്ടോട്ടെ. പോക് ചോയ് ഇട്ടോ, മഷ്റൂം ഇട്ടോ. ഓക്കെ, ഈ പോക് ചോയിന് സാധാ ലീവ്സിനേക്കാളും കുറച്ചുകൂടി കുക്കിംഗ് ടൈം ഉണ്ട് കേട്ടോ, അല്ലേ? അപ്പൊ അത് കാരണം ഇത്തിരി ഇതായി കഴിയുമ്പോൾ നമുക്ക് മഷ്റൂം ഇടാം. കുറച്ച് സമയം എടുക്കും. ഈ ലീവ്സ് അല്ലെങ്കിൽ ഭയങ്കര ക്രഞ്ചി ആവണമെങ്കിൽ. ഇതെനിക്ക് മറ്റേ ആ നമ്മുടെ എവിടെയോ നമ്മൾ ഞാനിത് നന്നായിട്ട് ഇത് കഴിച്ചിട്ടുണ്ട് ആക്ച്വലി. സ്റ്റിർ ഫ്രൈ ഐ തിങ്ക് നമ്മള് സിംഗപ്പൂർ പോയപ്പോഴാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരെന്തോ വെറുതെ വിയറ്റ്നാം എവിടെയായിരുന്നു. മനു ഇത് കുക്കായേ. ഇനി മഷ്റൂം ഇടാം. ആക്ച്വലി ഇത്തിരി കൂടെ ബട്ടർ വേണമെന്ന് അത് ഇടാം. തീ കുറച്ച് വെച്ചേ. മഷ്റൂംസ് എപ്പോഴും തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ ഭയങ്കര വാട്ടർ ആയി പോകും. മഷ്റൂംസിൽ ഭയങ്കര വാട്ടർ കണ്ടന്റ് ഉള്ളത്. ഞാൻ എപ്പോ ഉണ്ടാക്കിയത് വെരി വാട്ടർ. അതാ പറഞ്ഞത്. അപ്പൊ ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും തുടയ്ക്കണം. ടിഷ്യൂ കിച്ചൺ ടവലുണ്ട്. ബട്ടർ ഇത്തിരി കൂടി ഇട്ടോട്ടെ.
യാ നമ്മൾ മറ്റേ സ്വീറ്റ് നോയമ്പായതുകൊണ്ട് ബട്ടറിന്റെ സാധനങ്ങൾ ഇത്തിരി കഴിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇത്രയും വെജിറ്റബിൾ ഇടുമ്പോ ആൻഡ് വി ആർ ഓൺലി ഈറ്റിംഗ് ലിറ്റിൽ ബിറ്റ്. ആരും ഇത് ഫുള്ളും കഴിക്കാൻ പോണില്ലല്ലോ. ശരി, നൂഡിൽ സൂപ്പ് അല്ല, നൂഡിൽ സൂപ്പ് അല്ല, രാമൻ സോറി, എപ്പോഴും മാറിപ്പോ. രാമൻ എന്താണല്ലേ, പണ്ട് അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒന്നും ഐറ്റം പോലും ഉണ്ടായിരുന്നില്ല. മാഗി നൂഡിൽ ഉണ്ടായിരുന്ന തന്നു. ഇത്തിരി സോയ സോസ് ഞാൻ ഇടുന്നുണ്ട്. മന്ന ഫ്ലേവർ. നൂഡിൽസ് ഇത്തിരി ബ്ലാക്കിഷ് ആണ് കളറ്. അപ്പൊ ഇതും ബ്ലാക്ക് ആയിട്ട് ഇരുന്ന ഒരു കളർ വൈസ് ഇറ്റ് വോണ്ട് ലുക്ക് ഗുഡ്. കളർ വൈസ് അല്ല, തിന്നാൻ പറ്റും. രണ്ടും ആണെങ്കിലും ഇമ്പോർട്ടന്റ്. ഇത് ലുക്കില് ഇമ്പോർട്ടന്റ്, ടേസ്റ്റും അത് ഉണ്ടാവും. തീ കൂട്ടി വെക്കടോ. നമ്മളിത് ഒരുമിച്ചിടാൻ പാടില്ലായിരുന്നു പഠിച്ച. ആ നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോ മന്ന ഓക്കെ, പ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പൊ ഗസ്റ്റിനൊക്കെ പ്ലേറ്റ് ചെയ്യണമെങ്കിൽ ബോക് ചോയ് സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്യുക, മഷ്റൂമും സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്യുക. ആൻഡ് വാട്ട് അബൌട്ട് സ്പ്രിംഗ് അനിയൻ? സ്പ്രിംഗ് അണിയൻ ആൻഡ് ഗാർലിക് ഗോസ് ഇൻ ടുഗദർ ബിക്കോസ് അതിപ്പോ ഇല്ല. പക്ഷെ ഗാർലിക്കും സ്പ്രിംഗ് അണിയനും ഒരുമിച്ച് ഫ്രൈ ചെയ്ത് എന്ത് പറ്റുന്ന അറിയോ? ഗാർലിക് ഭയങ്കര സോഗി ആയി പോകും. ക്രിസ്പി ആയിട്ടുള്ള ഗാർലിക് അല്ലേ വേണ്ടേ? അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പൊ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്യുക. ഇതെങ്ങനെയാ അറിയണ്ടേ സ്പ്രിംഗ് അനിയൻ? ലൈക് സ്മോൾ സർക്കിൾ. മന്ന ഇത് ഗാർണിഷിന് വേണ്ടി ഇത്തിരി മേലെ ഇടണാണോ ഇത്? അല്ലെങ്കിൽ ഇത്രയധികം വേണ്ടല്ലോ. അപ്പൊ കുറച്ചും വേണ്ട. നമുക്ക് നാളെ ഇത് ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ്. കൈ മുറിക്കരുത്. You don't even need so much. ഇത്രയും ഒരു സ്ട്രാൻഡ് മതി. കണ്ട, ഇത് മഷ്റൂം ഞങ്ങൾ തുടക്കാത്ത കാരണം ഇത് ഇത്രയും വെള്ളമാണ് വന്നേക്കുന്നത് മഷ്റൂംസിന്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നൂഡിൽസ് ഇത് റാമനിലോട്ട് ആയതുകൊണ്ട് ദിസ് ഇസ് ആൻഡ് പോക്ഷേ മാത്രം മാറ്റാൻ പോവാണ്. മഷ്റൂമിനെ ഇത്രയും മതിയായിരിക്കും. ഗാർണിഷിന് 4 പ്ലേറ്റിലും വേണം, 4 പേർക്കും വേണം. ഇത്രയും ബട്ടർ പിന്നെ അമ്മയ്ക്ക് സ്പ്രിംഗ് അനിയനൊക്കെ വെജീസ് ഉള്ളതാ ഇഷ്ടം. ഐ തിങ്ക് ഞാൻ അടുത്ത ബോക് ചോയും കൂടി ഇട്ട് സോർട്ട് ചെയ്തിട്ടിടാൻ പോവാം. അപ്പൊ അറ്റ്ലീസ്റ്റ് മൈദ കഴിക്കുന്നതിന്റെ അത്രയും ഇത് കുഴപ്പമുണ്ടാവില്ല, ഫൈബർ ഒന്നും കൂടി നമ്മൾ കഴിക്കുമ്പോൾ. എനിക്ക് കുറച്ചുകൂടി ബോക് ചോയ് വേണമെന്ന്. നമുക്ക് ലാസ്റ്റ് എല്ലാം ചെയ്യാം. മൈദ മൈൻഡ് ബ്ലോക്ക് വരുമ്പോ ചെറിയ മൈൻഡ് ബ്ലോക്ക് ആണ് മൈദ എന്ന് പറഞ്ഞ സാധനം. അമ്മയ്ക്ക് എന്തെങ്കിലും ലീവ്സ് അല്ലെങ്കിൽ അങ്ങനെ ഫൈബർ ഉള്ള സാധനങ്ങൾ കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഇല്ല. മഷ്റൂം പ്രോട്ടീൻ അല്ലേ? ആക്ച്വലി മഷ്റൂം പ്രോട്ടീൻ അല്ലേ ജിജോ? മഷ്റൂം പ്രോട്ടീൻ അല്ലേ? കണ്ട, ഈവൻ നമ്മുടെ ടോഫു ആഡ് ചെയ്യാൻ തോന്നുന്നു ഇതിൽ. പനീർ ആഡ് ചെയ്യാൻ പറ്റില്ല. പനീർ ഭയങ്കര മോശം. സോ ഇപ്പൊ കുറെ ലെൻറ്റ് എടുത്തേക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിലേക്ക് ഇത് പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. മഷ്റൂംസും റെഡി ആയിട്ടുണ്ട്. ഇനി അല്ല, ബോക് ചോയ് റെഡിയായി. ബോക് ചോയ് റെഡി ആയിട്ടുണ്ട്, മഷ്റൂമും റെഡിയായി. മാറ്റാൻ പോവാമ്മ. ഇതാണ് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്പ്രിംഗ് അനിയൻ എന്തിനാ സോർട്ട് ചെയ്യുന്നത്? സ്പ്രിംഗ് അനിയൻ സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വേണോ? പിന്നെ വേണം. നല്ല മഷ്റൂമും നല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഡിന്നറിന് ഇപ്പൊ നൂഡിൽ ഇല്ലെങ്കിലും ഇതുപോലെ സോർട്ട് ചെയ്ത് സോയാ സോസും ഓയിസ്റ്റർ സോസും ഒക്കെ നമുക്കിനി എക്സലന്റ്. ബട്ടർ ഇല്ലേ? ഇനി ഇത്തിരി ഉണ്ടല്ലോ ഇവിടെ. അത് മതി. നീ ബട്ടർ ഇട്ട ഞാൻ കഴിക്കില്ല. അല്ല, യു ഷുഡ് നോട്ട് ആഡ് സ്പ്രിംഗ് അനിയൻ ആൻഡ് ഗാർലിക് ടുഗദർ. അല്ല, ഇത് ആദ്യം ഇടാം. സ്പ്രിംഗ് അനിയന്റെ ഇത് സ്റ്റെം എടുത്തില്ലേ? ഇല്ല, അത് ഇടാൻ പാടില്ല. സ്പ്രിംഗ് അനിയനും ബട്ടറും കൂടി ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സോർട്ട് ചെയ്യാം. ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് മതി, അല്ലെങ്കിൽ കളർ മാറിപ്പോവും. ഇത് വേണ്ടേ ഉള്ളിലെ സാധനം? ഓൺലി ഗ്രീൻ പാർട്ട്. ഓൺലി ഗ്രീൻ മതിയിട്ട കൂട്ടാ. ഇതിനെ മാറ്റിക്കോ. ഇനി ബട്ടർ വേണോ? അല്ലേ മനക്ക്? ഇനി ബട്ടർ വേണോ? സൺഫ്ലവർ ഓയിൽ വേണോ? ഇല്ല, ബട്ടർ തന്നെ വേണം. അപ്പൊ അത് ഗാർലിക്. അയ്യോ, അരിഞ്ഞപ്പോ ഞാൻ ഓർത്തു കുറെ ഉണ്ടെന്ന്. പക്ഷെ ഇത്തിരി. അതാ ഞാൻ പറഞ്ഞേ, അമ്മയ്ക്ക് ഇതെല്ലാം വേണം. ഗ്രീൻസ് കുറച്ച് കൂടുതൽ വേണം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ബട്ടർ ഇട്ടോട്ടെ. ഇത് പാസ്ലിയും കൂടി ചേർത്ത് ബട്ടറാ. ഇത് ചോപ്പ് ചെയ്യണം അല്ലേ? ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്യണേന് ഇത്തിരി ഓയിൽ ഒഴിച്ചാലും പോരെ? സൺഫ്ലവർ ഓയിൽ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഇത്തിരി കൂടി ഓയിൽ ഒഴിച്ച് ആഡ് ചെയ്യണം. ഫ്രൈ ചെയ്യണം എന്ന് അമ്മയ്ക്കോ അങ്ങനെ. ഇത് ജസ്റ്റ് സോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് ഫ്രൈ ആവുമെന്ന് ഡൗട്ട് ഉണ്ട്. ബേൺ ടേസ്റ്റ് ആണ് വേണ്ടേ? എന്നാ പിന്നെ ബേൺ ചെയ്തു. മന്നെ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ബേണ്ടായോ? ഇതമ്മോ എന്ത് ടേസ്റ്റാ അമ്മ തീർക്കല്ലേ? ജസ്റ്റ് ഈ മഷ്റൂം ഗാർലിക്കും ഇതൊക്കെ കൂടി സോർട്ട് ചെയ്ത് ബട്ടറിൽ സോർട്ട് ചെയ്തിട്ടേ ഇച്ചിരി സോയ സോസ് ഇട്ടില്ല. അതായിരിക്കും അല്ലേ? ഇത്തിരി ഓയിസ്റ്റർ സോസ് ഇടാം. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞു. അല്ല, യൂഷ്വലി നമ്മള് ചെയ്യില്ലേ, എന്താ സോട്ടേഡ് വെജീസിൽ കുറച്ച് ഓയിസ്റ്റർ സോസ് ഇടും, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. മതി ഓവർ കരിഞ്ഞു മതി. ബേൺ ഗാർലിക്ക വേണ്ട. അപ്പൊ ഇത്തിരി കൂടി ആവാം. തീ ഉറച്ചു വെക്കിനി. ലാസ്റ്റ് മിനിറ്റ് തീ ഉറച്ചു വെച്ചാൽ പെട്ടെന്ന് ബേൺഡ് ആയി പോകും. ഇനി എഗ്ഗ് കട്ട് ചെയ്യണം. നമ്മുടെ ഗാർണിഷിങ്ങിനുള്ള എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. ആൻഡ് മുട്ട പോയി കത്തി പോയി. കുഴപ്പമില്ല, കത്തിയേ പോയത്. നമ്മുടെ ഈ ഫ്രൈഡ് ഗാർലിക് ഭയങ്കര നല്ലൊരു ടേസ്റ്റ് വരുന്നു. എൻ്റെ അപ്പോൾ വീട്ടിലെ മൊത്തം മണം മാറിയിട്ടാ. ഇത് ചെറുതായിട്ട് പണി വളയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മന്ന 7 minutes ആണ് വെച്ചത്, 8 minutes ആണ് വെച്ചത്? 7 minutes. എനിക്ക് തോന്നണില്ല, ഇത് കുറച്ച് ഓവർ കുക്ക്ഡ് ആയി പോയിട്ടുണ്ട്. നോക്കിക്കേ, ഓപ്പൺ ചെയ്ത് ഈ എഗ്സ് ഒന്ന് മുറിച്ച്. വെയിറ്റ് ഇല്ല, കറക്റ്റാ. ഇത്തിരി ഡൺ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പൊ 6 minutes 6 minutes മതി.
6 or 6.5 is fine. I think നമ്മൾ ഭയങ്കര ബോയിലിംഗ് വെള്ളത്തിലേക്ക് ഇട്ടത് അതുകൊണ്ടാണ്. അത്രയും ബോയിലിംഗ് വെള്ളത്തിലോട്ട് ഇടണ്ട. വേണ്ട. When it starts boiling you have to put it. ഓക്കെ. അപ്പൊ കറക്റ്റ്. അപ്പൊ ചിലപ്പോ കറക്റ്റ്. ഇങ്ങോട്ട് ചാടിപ്പോയ മുട്ടനിട്. ഇതൊന്ന് പകുതിയാക്കിയിട്ടല്ലേ ഇടണ്ടേ? ഒന്ന് പകുതിയാക്കി നോക്കിയേ കൂട്ടാ. മന സൂക്ഷിച്ചിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അമ്മയ്ക്ക് നൂഡിൽസ് കുറച്ച് മതി, ഞാൻ കുറച്ചുകൂടി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചോളാം. കുറച്ചുകൂടി വെള്ളവും വേണം അമ്മയ്ക്ക്, ചൂടുവെള്ളം. അത്രയും മതി. എനിക്കാണെങ്കിൽ അത്ര അല്ല കുറച്ച് മതി എനിക്ക്. ചൂട് മന എനിക്ക് ഇത് ചോപ്പ് സ്റ്റിക്സിന്റെ കാര്യം കൂടി ഒന്ന് പഠിപ്പിച്ചു തരണം. എനിക്ക് മെയിനായിട്ട് അതാ പഠിക്കേണ്ടത്. അത് നമുക്ക് കുറച്ചെടുക്കാം. മതി 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 മതി. ഇത് ഡിന്നറിനൊക്കെ വെജിറ്റേറിയൻസിന് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇതിന്റെ വെജ് പാക്കറ്റ്. ഐ മീൻ ഈവൻ ഫോർ ഗസ്റ്റിന് ദി ബെസ്റ്റ്. ആൾക്കാർ നെട്ടിപ്പോവും. നല്ലൊരു പ്രസന്റേഷനും ഈ ഒരു സാധനവും കിട്ടിയ നമ്മുടെ ബീഫ് ഫ്രൈന് വെട്ടിക്കുന്നു. വാട്ട് യു തിങ്ക്? ബീഫ് ഫ്രൈ ആണോ ഇതാണോ മന്ന പ്രിഫർ ചെയ്യുന്നത്? ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നൂഡിൽ ബൗളും ഉണ്ട്, ബീഫ് ഫ്രൈ പ്രിഫർ ചെയ്യുന്നത്. ഇച്ചിരി കൂടെ ഹോട്ട് വാട്ടറിന്റെ മേളിലിടുന്നുണ്ട് നമ്മൾ. ഇത്തിരി മതി മതി മതി. ജോർജിക്ക് നൂഡിൽസ് കുറേ ഉള്ളത് വെച്ചോട്ടെ. അവന് ഇത് ചുരുങ്ങിയത് അത്രയെങ്കിലും വേണ്ട. വെച്ച് കഴിഞ്ഞാൽ മറച്ചിട്ടാൽ നല്ല സുഖമായിരിക്കും. എഗ്സ് ഇടട്ടെ. മഷ്റൂം വെച്ച് പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത്തിരി ബോക് ചോയ് വെക്കാം. സ്പ്രിംഗ് അനിയൻ ഇവിടെ ഇത്തിരി ഇടാം. എഗ് ഇവിടെ വെക്കണം. എഗ് അവിടെ കെട്ടണം അല്ലേ? ഐ തിങ്ക് ഇത് കറക്റ്റ് ആണ്. ദിസ് ഇസ് കറക്റ്റ്. ശരി, ഇത്തിരി കൂടെ യോക്കായെങ്കിലും കുഴപ്പമില്ല. അവിടെ ഇത്ര ടൈം കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കൂട്ടാ. ജസ്റ്റ് ബോയിൽ ചെയ്യുന്നേക്കാളും മുമ്പ് എഗ് ആഡ് ചെയ്യാം. ഒരു 6 minutes വെച്ചാൽ മതി. പിന്നെ ബോയിൽ ചെയ്ത് കഴിഞ്ഞ് 6 minutes വെക്കാം. ആൻഡ് അത് നേരെ തണുത്ത വെള്ളത്തിലോട്ട്. ഇത് ഇനി ഫ്രൈഡ് ഗാർലിക്കും ഇവിടെ ഇനി ഇത്തിരി ഫ്രൈഡ് ഗാർലിക് അത് മിക്സ് ചെയ്ത് കഴിക്കാനാണ്. ആൻഡ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള എഗ്സ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഇത്തിരി നെക്സ്റ്റില് സെയിം തന്നെ നമ്മൾ ചെയ്ത പോലെ മഷ്റൂം, ബോക് ചോയ്, അമ്മയുടെ എഗ് വെച്ചോ. രക്ഷയില്ലാട്ടാ. സം ഗാർലിക് ടു. ഈ ഫ്രൈഡ് ഗാർലിക് ആക്ച്വലി ഇതിൻ്റെ കൂടെ ഭയങ്കര നല്ലതായിരിക്കും. നല്ല ഫ്ലേവർ. ആക്ച്വലി അത് നല്ലൊരു ഓപ്ഷൻ. മന്ന കണ്ടുപിടിച്ചാണ് അത്? അല്ല അല്ല, മന്ന ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളത്. ഇത് അമ്മ ചോപ്സ്റ്റിക്സ്. ഇത് മാത്രമേ പഠിക്കാനുണ്ട്. റൈറ്റ് ഓർ ലെഫ്റ്റ്? രണ്ടിലും. രണ്ടിലും രണ്ട് സൈഡിൽ. മനയുടെയും ജോർജിയുടെയും വെച്ചോ, അവൻ വരുമ്പോ കഴിച്ചോളൂ. എഗ്സ് മാറ്റണം. ജോർജിയുടെ നമുക്ക് ഇവിടെ വെക്കാം. ജോർജിയുടെ ഒരു ഓർമ്മയ്ക്കാ ഇവിടെ. അല്ല, ഓർമ്മയ്ക്കാ ഇവിടെ വെക്കാം. അല്ല, അവന് എഗ്സ് ഉണ്ടെങ്കിൽ കഴിക്കില്ല കേട്ടോ. അത് സാരില്ല, അത് നമുക്ക് മാറ്റാലോ. ഓക്കെ, ലെറ്റ്സ് ടേസ്റ്റ്. ചോപ്സ്റ്റിക്ക് ഇത് ഫോക്ക് വെച്ച് കഴിച്ചാൽ മതിയോ? അമ്മ ഫോക്ക് വെച്ച് കഴിച്ചോ. എങ്ങനെയുണ്ട്? വാട്ടറി ആക്കണം കുറച്ചുകൂടി. മന്ന ചോപ്സ്റ്റിക്ക് എങ്ങനെ യൂസ് ചെയ്യണെന്ന് പറഞ്ഞേ? ഐ ഡോണ്ട് നോ, ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നെ പിടിക്കണേ. അല്ല, ഈ വരല് ആദ്യത്തെ വരല് അങ്ങനെയാണോ? അപ്പൊ ആ ഫ്രൈഡ് ഗാർലിക് ആയിട്ട് മിക്സ് ചെയ്ത് കിട്ടി. അപ്പൊ ആ മഷ്റൂം ഒക്കെ ആയിട്ട് കഴിക്കുക. ഇത് ഇത്തിരി നമുക്ക് മഷ്റൂം ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. ഇത് കിട്ടുമെന്ന് ആർക്കറിയാം. അമ്മ എന്താ എന്തേലും നോക്കിയിരിക്കണേ. നല്ല രസം തന്നെ കഴിക്കണാണ്. കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. പൊളി പൊളി. എഗ് ഭയങ്കര നല്ല. What about the taste? ഞാൻ നൂഡിൽസ് ടേസ്റ്റ് ചെയ്യില്ല, എല്ലാം മിക്സ് ചെയ്തു. അപ്പ എന്താ കാണിക്കുന്നത്? സാമ്പാറാക്കി അപ്പ. പക്ഷെ ആക്ച്വലി അപ്പയുടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇത്. ഐ തിങ്ക് ഒരു കുറച്ചുകൂടി ഷുഗർ വേണം ജിജോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ദിസ് ഇസ് ഹൗ ഐ വുഡ് മേക്ക് ഇറ്റ്. മന്ന ഒരു വീട്ടില് ഗസ്റ്റ് ആയിട്ട് മന്ന പോവാ. അപ്പൊ മന്ന അവരുടെ മെയിൻ ഡിഷ് ഈ നൂഡിൽ ബൗളാണ്. മനക്ക് എന്തായിരിക്കും? ബീഫ് ഫ്രൈയും പൊറോട്ടയും ഉണ്ട്, ബിരിയാണിയും ഉണ്ട്. ഈ ഞാൻ ആദ്യം നൂഡിൽസ് എടുത്തിട്ട് ഇത്തിരി ബീഫ്, ഇത്തിരി കഴിയുമ്പോ ബീഫും പൊറോട്ട. ശരി. ബിരിയാണിയോ? ബിരിയാണി ഇത്തിരി എടുക്കും. അപ്പയാണെങ്കിൽ അത് എടുക്കും. അപ്പ ഇച്ചിരി ബിസിയാണ്. അപ്പയാണെങ്കിൽ അത് എടുക്കുക. നൂഡിൽ ബൗളാണ് പ്രിഫർ ചെയ്യുന്നത്, മറ്റേ നമ്മുടെ പൊറോട്ടയും ബീഫാണ് പ്രിഫർ ചെയ്യുക. ആദ്യം നൂഡിൽ ബൗൾ എടുക്കുമോ? അത് ശരി. പൊറോട്ടയും തികഞ്ഞു തഴഞ്ഞു ദൂരം ആക്കണ്ടല്ലോ, തഴഞ്ഞു. അപ്പോഴത്തെ മൂഡ് എന്റെ ക്രേവിംഗ് അനുസരിച്ചിരിക്കും. അത് ശരി. പിന്നെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലിരിക്കും. ഒരു ഡൗട്ട്, രണ്ട് കൈ കൊണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല അമ്മ ഫോക്ക് ഉപയോഗിച്ചോ, കുഴപ്പമില്ല. ഇതുവരെ ഒരു ബൈറ്റ് പോലും കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ആരെങ്കിലും ഓഫർ ചെയ്താൽ ഞാൻ ബിരിയാണി എടുക്കുള്ളൂ. സുഖമായിട്ട് കുഴച്ചടിച്ച് കഴിക്കാം. എന്നാ കിട്ടി. ഇതാണ് ടോണീസ് കിച്ചന്റെ നമ്മളൊരു വീഡിയോ എടുത്തില്ലേ, വ്ളോഗ് എടുത്ത് ഇടാൻ കുറച്ച് വൈകും കേട്ടോ. ബിക്കോസ് ഞാൻ പഠിച്ചിട്ടില്ല. ഈ ചോപ്സ്റ്റിക്സിനെ പഠിച്ചിട്ട് ഈ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അതെന്തിനാ പഠിച്ചിട്ടിടണേ? കറക്റ്റ് ആവണ്ടേ? ഇതിന്റെ കൂടെ കോക്ക് അൾട്ടിമേറ്റ്. ആഹാ,
ഈ ഒരു മിനിറ്റ് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ വെച്ചോട്ടെ. ഓ കറക്റ്റ്. ഇത് കണ്ട മന്ന ബിയറിന് വേണ്ടിയിട്ടാണ്. ബിയറിനാണ്. ഇത്തിരി പിടിച്ചോട്ടെ. അപ്പൊ how was it? കോക്ക് എന്ത് ടേസ്റ്റ്. ഉണ്ടാക്കിയ രാമൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതൊന്നും രണ്ടും നല്ല. ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്ന പോലത്തെ ഒരു കോക്കും കൂടി വേണം അല്ലേ? ജിഞ്ചറിൽ പറ്റില്ല. ഇത് പക്ഷെ മാഗി നൂഡിൽസ് ഉണ്ടാക്കി I don't think we'll get the same taste. വരും വരും കിട്ടില്ല. ഇല്ല വരും. ബിക്കോസ് നൂഡിൽസിന്റെ ടെക്സ്ചർ ടേസ്റ്റ് വിൽ ബി സെയിം. എന്താന്ന് പറയട്ടെ, ഓയിസ്റ്റർ സോസും. Can I ask you something? ആ സോസ് മാഗിയുടെ കൂടെ കിട്ടില്ല, ഇതിന്റെ കൂടെ കിട്ടുന്ന സോസ്. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? It won't be the same taste because they make that with the Korean chili paste that you don't get. If you get it, then you can make it. ചില്ലി പേസ്റ്റ് എന്താണ് കുറച്ച് അത് It's not our normal. എന്തായാലും അമ്മ ഇതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കി കാണിച്ചു. ഇതേ ടേസ്റ്റിൽ ഒരിക്കലും വരില്ല. വരും. ചില്ലി ഫ്ലേക്സും ഓയിസ്റ്റർ സോസും സോയാ സോസും Never. ഗാർലിക് പൗഡർ Right, ആക്കി നോക്കും. you need the Korean chili paste for this. There's a gochujang എന്ന് പറഞ്ഞ ഒരു ചില്ലി പേസ്റ്റ് ഉണ്ട്, കൊറിയൻ ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൊറിയൻ ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് അത് ഇട്ടപ്പോൾ അതേ ടേസ്റ്റ് ആയിരുന്നു എന്തായാലും. ശരി, അമ്മേനെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. ഇല്ല മന്ന അമ്മയ്ക്ക് ഉറപ്പാണ് ഇത് കഴിച്ചു നോക്കിയിട്ട് അതേ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ഈവൻ മാഗിയുടെ കൂടെ നിൽക്കുന്ന പൗഡർ ഉണ്ടല്ലോ, ആ പൗഡർ ഈ ലിറ്റിൽ സോയാ സോസിലും ഓയിസ്റ്റർ സോസിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്ര പ്രാവശ്യം മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഇത് മിക്സ് ചെയ്തിട്ടില്ല. മാഗിയുടെ അകത്തുള്ള പൗഡറിൽ ഈ സോയാ സോസും ഓയിസ്റ്റർ സോസും മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വെറുതെ ശരിക്കും ഞാൻ പറയാ ആ ടേസ്റ്റ് വരില്ല അമ്മ. ഇത് ചില്ലി പേസ്റ്റ് ആണ്, ഗോച്ചുജാങ് എന്ന് പറഞ്ഞ ചില്ലി പേസ്റ്റ്. ഈവൻ ചില്ലി പേസ്റ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ പുറത്തുനിന്ന്. നോട്ട് നോർമൽ ചില്ലി പേസ്റ്റ്, കൊറിയൻ ചില്ലി പേസ്റ്റ്. ജോർജി യൂസ് ചെയ്യുന്ന ആ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുന്ന ചില്ലി പേസ്റ്റ് അത് ഇന്ത്യൻ ചില്ലി പേസ്റ്റ് ആണ്. അല്ല, ഇന്ത്യൻ ചില്ലി പേസ്റ്റ് അല്ലത്. whatever it is, you need the Korean chili paste. ബിക്കോസ് ഏത് ഡിഷ് നമുക്ക് വാങ്ങിക്കാൻ പുറത്തുനിന്ന് ഇൻഗ്രീഡിയൻറ്റ് വാങ്ങിക്കാൻ കിട്ടിയില്ല. അതിനെ നമ്മൾ ഈ ബ്ലാക്ക് ബീൻ സോസ് നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നോർമൽ നൂഡിൽസ് വെച്ച് ഈ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ പറയണേ ഏതാണെന്ന് ഞാൻ പറയില്ല. മെസോയുടെ നൂഡിൽസ് ഇല്ലേ, ആ ബീഫ് ബേൺ ഗാർലിക്കിന്റെ കൂടെ കിട്ടണേ, അത് നോർമൽ നൂഡിൽസ് ആണ്. അത് അമ്മ എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത്. മതി, കട്ട് ചെയ്തോ.